അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ. പുതുക്കി പണിയുന്ന കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജും നിർമ്മാണത്തിലുള്ള ലോ കം ബ്രിഡ്ജും ഡബിൾ ലൈൻ പാലങ്ങളാക്കണമെന്ന ആവശ്യം ഉയരുന്നു. വെള്ളിയാഴ്ച പുതിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി പ്രദേശം സന്ദർശിക്കാനെത്തിയ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘത്തിന് മുന്നിൽ നാട്ടുകാരും MLAയും ആവശ്യവുമായി രംഗത്തെത്തി. നിലവിലെ ലോ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്നും ഡബിൾ ലൈൻ പാലം നിർമ്മിക്കുന്ന തരത്തിൽ പദ്ധതിയുടെ രൂപരേഖയിൽ മാറ്റം വരുത്തണമെന്നും ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ആവശ്യമുയർന്നു. സിംഗിൾ ലൈനാണ്. ആ സിംഗിൾ ലൈനായി പണി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബേസ് ഒക്കെ ഡബിൾ ലൈന് വേണ്ടിയുള്ള സാധനമാണ്. പക്ഷെ മുകളിൽ വരുമ്പോൾ സിംഗിൾ ലൈനാണ്. അത് നമുക്ക് എന്താ നാടിനൊരു പ്രയോജനമില്ല. നമുക്കിതിന് ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞ ഒരു നല്ല പാലമാണ്. ഇന്ത്യൻ ആവിയേഷന്റെ കീഴിലാണ് അത് വരുന്നത്. അത് റിവൈസ് ചെയ്യേണ്ടി വരും. അത് ഡബിൾ ലൈൻ ആക്കി നമുക്ക് കാലക്രമേണ ഇതും പുതിയൊരു പാലം കൊണ്ടല്ല ഇതിന് ശാശ്വതമായ പരിഹാരം. ഇതിപ്പോ നമുക്ക് ഒന്ന് ഓട്ടടിച്ച് പോവാന്നുള്ളൂ. പക്ഷെ അത് ശാശ്വതമാണെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മൾ പൈസ കൊണ്ട് ഇവിടെ ഇങ്ങനെ കുഴിച്ചിടുക. നിങ്ങൾ അർജന്റായിട്ട് ചെയ്യണം. അത് അതിനിപ്പോ അതിന് വേറെ സ്റ്റഡിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ഡബിൾ ആക്കണം ഇപ്പൊ തന്നെ. അതിന് റിവേഴ്സ് ഇപ്പൊ തന്നെ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇവര് നമ്മളെ ഇറിഗേഷൻ ചെയ്യാനത് നമ്മളെ കുട്ടനാട് ചെയ്യല്ലോ. അവര് വരും ഇപ്പൊ മേഡം അവര് MLAയും കൂടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ട്രിവാൻഡ്രത്ത് ഈ ബ്രിഡ്ജിന്റെ ആക്സസ് കഴിഞ്ഞിട്ട് വേണം അത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുതിയ പാലം വരികയാണെങ്കിൽ പോലും അത് ആവശ്യമില്ല. പ്രശ്നം ഉണ്ടാവും. അത് ഒരു പ്രശ്നം കാണാം. ഏതായാലും സീഡത്തൊന്ന് ചോദിച്ചു മീറ്റിംഗ് തിരുവനന്തപുരത്ത് കഴിഞ്ഞിട്ട് പക്ഷെ ഇതിന്റെ ഒരു ശാശ്വത പരിഹാരം. നിലവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജും ലോ കം ബ്രിഡ്ജും സിംഗിൾ ലൈനാണ്. 4.5 മീറ്ററാണ് വീതി. ഇതുമൂലം ഒരേ സമയം വലിയ വാഹനങ്ങൾക്ക് ഇരുഭാഗത്തു നിന്നുമായി കടന്നു പോകാൻ സാധിക്കില്ല. ഒരു ഭാഗത്ത് വലിയ വാഹനം പാലത്തിൽ പ്രവേശിച്ചാൽ എതിരെ നിന്നുള്ള വലിയ വാഹനങ്ങൾ പാലത്തിൽ കയറാൻ മറുകരയിൽ കാത്തുനിൽക്കണം. പാലം വഴി ബസ് സർവീസ് ഉൾപ്പെടെയുള്ളതിനാൽ ഡബിൾ ലൈൻ അനിവാര്യമാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് സിംഗിൾ ലൈൻ പദ്ധതിയായതിനാൽ ലോ കം ബ്രിഡ്ജും അതേ രീതിയിൽ തയ്യാറാക്കിയതാണ് വിനയായത്. പദ്ധതിയുടെ അടിത്തറ ഡബിൾ ലൈനിന് അനുയോജ്യമായതിനാൽ നിലവിലെ നിർമ്മാണം നിർത്തിവെച്ച് ഡബിൾ ലൈൻ പദ്ധതിക്ക് നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ ലോ കം ബ്രിഡ്ജ് ഇൻലാൻഡ് നാവിഗേഷന് കീഴിലായതിനാലും പദ്ധതി നബാർഡ് സഹായത്തോടെ ആയതിനാലും ഇറിഗേഷൻ വകുപ്പിന് പരിമിതികളുണ്ടെന്ന മറുപടിയാണ് അധികൃതർ നൽകുന്നത്. അല്ല, ഇത് നന്നാക്കി എടുത്ത് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഇത് സിംഗിൾ ലൈന്, അതിന്റെ കൂടെ അടുത്തൊരു ലൈന് ഞങ്ങൾ സെറ്റാക്കാം. അപ്പോ ഇവിടെ ഡബിൾ ലൈൻ ആയി കിട്ടണം. 17 മീറ്ററാണ് അതിന്റെ ബ്രിഡ്ജ് ലൈന്. ബ്രിഡ്ജിന്റെ ഇത് കുറവാണ്. പക്ഷെ ഓല് ഹൈറ്റ് കൂടും. സ്റ്റോപ്പിന് ഹൈറ്റ് കുറച്ച് കൂടും. ഇത് ഡെപ്റ്റേക്ക് എടുക്കും. അപ്പൊ നമ്മൾ അതൊരു സ്റ്റോപ്പ് കൊടുത്ത് കണക്ട് ചെയ്യേണ്ടി വരും. ബജറ്റിൽ അനുവദിച്ചിട്ടുള്ള 5 കോടി രൂപ ഉപയോഗിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനൊപ്പം പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ പുതിയൊരു പാലത്തിന് കൂടി ശ്രമിക്കാവുന്നതാണെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. ഇതിന് നടപടികൾ എടുക്കാമെന്ന് MLA VS ജോയ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഇതിന്റെ താഴെ ഒരു ബെഡുണ്ട്. ഒരു ഏപ്രൺ ചെയ്യുന്നതിനും അതിന്റെ പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുന്നതിനും പിന്നെ അല്ലാതെ ഷട്ടേഴ്സ് മാറ്റി വയ്ക്കുന്നതിനും. അപ്പോൾ അതിൻ്റെ വർക്ക് അറേഞ്ച് ചെയ്തപ്പോഴത്തേക്കുമാണ് അതിൻ്റെ ഈ ആദ്യമുള്ള എമൗണ്ട് സഫീഷ്യൻ്റ് അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പുതിയ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇതിൻ്റെ ചെറുതായിട്ട് ഇതിനൊരു ഡിഫ്ലക്ഷൻ ഉണ്ടെന്ന് കണ്ടത്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഇതിനൊരു പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സെറ്റിൽമെൻറ്റ് പിന്നെ പെട്ടെന്നായിരുന്നു. ഒരു വർഷത്തിനകത്ത് ഒരു 52 വരെ എത്തി. അന്ന് ആദ്യം ഒരു 15 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കൂടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ആഴ്ച ഒരു 37-52 ആയിട്ടുണ്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ആദ്യത്തെ ഇതിൽ തന്നെ ഇവിടെ കുറച്ച് സ്കവറിങ് എന്ന് വെച്ചാൽ മണ്ണ് കുറച്ച് പോയിട്ടുണ്ട് ഈ പിയറിൻ്റെ താഴെ എന്നുള്ളത് ആ ഒഴുക്ക് കാരണം. അപ്പോൾ അത് എന്ത് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പം
സാറും ജിയോ ടെക്നിക്കൽ എക്സ്പെർട്ടാണ് സാറ്, അതിൻ്റെ ബ്രിഡ്ജിൻ്റെ എക്സ്പെർട്ട് ഒരു സാറും കൂടെ വരാനുണ്ട്, സജി ഇപ്പം എത്തും. അപ്പോൾ നമുക്കൊന്ന് നോക്കിയിട്ട് ചിലപ്പോൾ ഒരു ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ഒരു റെമഡി നമുക്ക് നോക്കാം. ഈ വർഷം ബഡ്ജറ്റിൽ 3 കോടി രൂപ വെച്ചിട്ടുണ്ട്. 5 കോടി അതാണ്. നമുക്ക് എന്താ വിഷയം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇത് സിംഗിൾ ലൈനാണ്. നമുക്കിതിന് താൽക്കാലിക പരിഹാരം വേണം, ശാശ്വത പരിഹാരം വേണം. പഞ്ചായത്ത് ദിവസം നമ്മുടെ നാട്ടുകാർക്ക് സഞ്ചരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ്. ഇപ്പോൾ ഇത് 15-20 കിലോമീറ്റർ ചുറ്റി വേണം ചെയ്യാൻ. നമുക്കിതിൽ യാത്ര മുടങ്ങരുത്. യാത്ര മുടങ്ങാതെ നമുക്ക് എന്നാൽ ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. ഇതിപ്പോൾ ഈ 5 സ്പാന് പരിഹരിച്ചുകൊണ്ട് ടെക്നിക്കൽ സ്റ്റഡി നടത്തുമ്പോൾ അറിയാം, പക്ഷെ അത് ശാശ്വത പരിഹാരമാവുമെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഒരു 69 സംവിധാനം വെച്ച് അന്നത്തെ ടെക്നോളജി വെച്ച് പൈലിംഗ് ഒന്നും വേണ്ട രീതിയിൽ ചെയ്യാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ തകർന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ സിംഗിൾ ലൈനാണ്. ഡബിൾ ലൈൻ ഒരു പാലം ശാശ്വതമായിട്ട് അതാണ്. ഇത് നന്നാക്കി എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു അഡീഷണൽ പാലം കൂടി വന്ന് ഡബിൾ ലൈൻ നമുക്ക് യാത്ര പോകുന്നുണ്ട്. ഇപ്പോൾ അവിടെ ലോക്കൽ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നത്. അതിപ്പോൾ അത് സിംഗിൾ, അത് അതിൻ്റെ സിംഗിൾ ലൈൻ ഡബിൾ ലൈൻ ആക്കിക്കൂടെ? അത് ഡബിൾ ലൈൻ ആക്കി നിങ്ങൾ റിവേഴ്സ് ചെയ്തില്ലേ പിന്നെ നമുക്ക് ഇതുകൊണ്ടൊരു കാര്യമില്ലാതാണ്. ഇപ്പൊ ചെയ്യണ്ട, അത് റിവേഴ്സ് ചെയ്യണം, ഇപ്പൊ ചെയ്യണ്ട, എന്നാലും നമ്മൾ ഡബിൾ ആക്കാൻ കഴിയുള്ളൂ. മേ ബി ഇതിപ്പോ ഡബിൾ പുതിയത് വരികയാണെങ്കിൽ. ഇറിഗേഷൻ വകുപ്പ് ചീഫ് എഞ്ചിനീയർ പി ശ്രീദേവിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡ് ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ്, ജിയോ ടെക്നിക്കൽ എക്സ്പെർട്ട് കെ ബാലൻ, ബ്രിഡ്ജ് ഡിസൈൻ എക്സ്പെർട്ട് എസ് സജി, കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ MS സുധ, മെക്കാനിക്കൽ ചീഫ് എഞ്ചിനീയർ കെ ബിജോയ് എന്നിവരടങ്ങുന്ന സംഘമാണ് പദ്ധതി പ്രദേശം സന്ദർശിച്ചത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുഷ്പരാജ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CA ഷിബു, അസിസ്റ്റന്റ് എഞ്ചിനീയർ A അഹമ്മദ് അലി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. എഡിറ്റർ ലൈൻ മംഗലം. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.